അപ്പൊ പണി തന്നാലും പണി കിട്ടൂല. ഫോളോവേഴ്സുള്ള ആൾക്കാരില്ലേ, അപ്പൊ പരിചയപ്പെടാൻ വേണ്ടിയാ. ഓ, നിങ്ങളിപ്പോ വിളിച്ചതിന്റെ കാര്യം പറ. ഫോൺ നമ്പർ മേടിക്കാനാണോ ഇത്ര നേരം വിളിച്ചോണ്ടിരിക്കുന്നത്? മറ്റേ ഇതൊക്കെ ചെയ്തിട്ട് കുറ്റമൊക്കെ പറഞ്ഞു നാട്ടുകാരെ തെറി പറയും. നാട്ടുകാർ തെറി പറയാനുള്ള സാധനം ഇട്ട് വന്ന ആൾക്കാർ തെറി പറയും. നിങ്ങൾ ആരാ? വിമർശനാതീതം വല്ലതാണോ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും? കാര്യം പറയാം. നിങ്ങളെന്താ നിങ്ങൾക്ക് വല്ല പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് പോകും. ഈ ടിൻടോം ചേട്ടനാണെങ്കിൽ റിയൽ ലൈഫിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കോമഡികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ സ്റ്റേജിൽ കാണിക്കുന്ന കോമഡിക്ക് ആരും വലുതായിട്ട് ചിരിക്കുന്നില്ല, എടുക്കുന്നില്ല, നഗ്നമായ സത്യമാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. പക്ഷെ നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും ആരെങ്കിലെയൊക്കെ വിളിക്കുമ്പോഴും എടുക്കുമ്പോഴും നിങ്ങളുടെ സംസാര രീതിയും നിങ്ങളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ആരെങ്കിലും ഒരു കമന്റ് ഇടുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുവാണെന്നുണ്ടെങ്കിൽ നേരെ അവരുടെ നമ്പർ എടുത്ത് വിളിക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡി. ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട മുകേഷിന്റെ വോയിസിന് അല്ലെങ്കിൽ ഫോൺ കോളിനായിരിക്കും ഇത്രയധികം ചിരികൾ ഉണ്ടാവുന്നത്. പക്ഷെ അതൊന്നും അല്ല. നിങ്ങളിത് കാണണം, നിങ്ങളിത് കേൾക്കണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ അൻസിബ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ടിനി ടോമിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു 100% സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളത്. കാരണം തെളിവുകളെല്ലാം ഈ വ്യക്തിക്ക് എതിരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ ഇപ്പൊ കണ്ടാലും കേട്ടാലും എല്ലാം എതിരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം പോലും സപ്പോർട്ടായിട്ട് വരുന്നില്ല. പക്ഷെ മുട്ടം കോമഡി ആയിട്ട് തന്നെ അവസാനിപ്പിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് മെയിൻ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ചെല്ലുക, ഇവരുടെ വീഡിയോ റിമൂവ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പേജ് അങ്ങ് അടിച്ചു കളയുക. ഫേസ്ബുക്ക് പേജ് ഇന്ത്യയിൽ നിന്ന് തന്നെ ബാൻ ചെയ്ത് കളയുക. അത്ര ഇൻഫ്ലുവൻസ് ഉണ്ട് പുള്ളിക്കെതിരെ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് എടുത്ത് കളയുക എന്നുള്ളത്. ചേട്ടാ, ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളൊരു സിനി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിനകത്ത് നിങ്ങൾക്ക് പോസിറ്റീവും വരാം, നെഗറ്റീവും വരാം. നിങ്ങൾ പറയും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തോ നമുക്ക് വേണ്ടത്? നെഗറ്റിവിറ്റികൾ വേണ്ടേ? ഒരു നെഗറ്റിവിറ്റികളും ഇല്ലാതെ വളരാനായിട്ട് നിങ്ങൾ ആരാ? കർത്താവായിട്ടാണ് നിങ്ങൾ സ്വന്തമായിട്ട് വിശ്വസിക്കുന്നത്? അല്ലല്ലോ, മനുഷ്യൻ തന്നെയല്ലേ. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ലതും കാണും, ചീത്തയും കാണത്തില്ല. അപ്പൊ ചീത്തകളൊക്കെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കും, അത് പറയും. ഉടനെ അവരെ വിളിച്ചിട്ട് അവരെ തന്തയ്ക്ക് വിളിക്കാനും അവരെ അമ്മയ്ക്ക് വിളിക്കാനും സുഖമാണോ എന്നൊക്കെ ചോദിക്കാനൊക്കെ നിൽക്കുന്ന പ്രവണത വേണ്ടെന്ന് പറയുന്നത്. ചെയ്തോ എന്നും പറഞ്ഞിട്ട് അവരുടെ അക്കൗണ്ട് അടിച്ചപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന്. നെഗറ്റിവിറ്റികൾ കാണുമ്പോൾ ഇതിലേ കൂടെ വിടുക അത്രേ ഉള്ളൂ. അല്ല, അതിനെ പ്രതികരിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ പ്രതികരിച്ച് അങ്ങ് അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ വോയിസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഞാനൊരു രത്നച്ചുരുക്കം ഇതിനകത്ത് പറഞ്ഞുതരാം. നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന ആദില ആൻഡ് നൂറ, ഈ മലബാർ ഗോൾഡിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ വീടിന്റെ പാലുകാച്ചിന് ചെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആ പാലുകാച്ചിന് ചെന്നതിന് ശേഷം അതിനെ ചുറ്റിപ്പറ്റി ഇവരെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചോദ്യം ചെയ്തപ്പോഴത്തേന് അദ്ദേഹം വന്നിട്ടൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. എന്റെ അറിവോ സമ്മതമോ കൂടിയല്ല അവർ വന്നിട്ടുള്ളതെന്നൊരു കാര്യം. അത് അവർക്ക് വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ആ ആദില നൂറ എന്ന് പറഞ്ഞ 2 പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ടിൻടോം ചേട്ടൻ ചെന്നിട്ട് ആ വ്യക്തിയുടെ, അതായത് മലബാർ ഗോൾഡ് ആ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിയുടെ ആ ഒരു ഇട്ടിരിക്കുന്ന പോസ്റ്റിന്റെ താഴെ പോയി ഒരു കമന്റ് ഇട്ടായിരുന്നു. ഇങ്ങനെയാണ് ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഇട്ടിരിക്കുന്ന കമന്റ് ഇങ്ങനെയായിരുന്നു: വിത്ത് യു ഓൾവേസ് ഇക്ക എന്ന് പറഞ്ഞൊരു സാധനം. അപ്പം പ്രിൻസ് റാഷണൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്നെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഈ വോയിസ് സാധനങ്ങളൊക്കെ എനിക്ക് അയച്ചെന്ന്. ബ്രോ, എന്റെ പേജ് അടിച്ചു കളഞ്ഞു, ഇതായിരുന്നു അന്ന് സംഭവിച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സാധനം നിങ്ങൾക്ക് ഒന്ന് കാണിക്കണമല്ലോ. അപ്പൊ പുള്ളിക്കാരൻ ഇട്ടിരിക്കുന്ന കമന്റ്, ടിൻടോം ഇട്ടറിന്റെ കമന്റിന്റെ ബാക്കിയായിട്ടാണ്: താൻ ആദ്യം ഇതിനെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് പറയടോ. മുന്തിയവന്മാരുടെ ചെരുപ്പ് നക്കാൻ പോകാതെ മിമിക്രിക്കാരുടെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി വീഡിയോ ചെയ്ത പെണ്ണിനോട് കുക്കറി ഷോയിൽ പോയി ചെയ്യുക എന്ന് പറഞ്ഞവനല്ലേടാ നീ എന്ന് ഒരു കമന്റ് അങ്ങോട്ട് ഇട്ടപ്പെടുത്തിട്ട് ടിൻടോം ചേട്ടന്റെ റിപ്ലൈ വന്നിരിക്കുന്നത്: ഡിയർ പ്ലീസ് കം സ്ട്രേറ്റ് ആൻഡ് ടോക്ക് ടു മീ യുവർ വേർഡ്സ് സേസ് യുവർ സ്റ്റാൻഡ്. നേരിട്ട് വന്ന് സംസാരിക്കുന്നത്, അതായത് കമന്റ് ഇടുന്നവരോടെല്ലാം നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം കുസൃതികൾ നിറഞ്ഞൊരു ചേട്ടനാണ് നമ്മുടെ ടിൻടോം ചേട്ടൻ. ചേട്ടൻ റിയൽ ലൈഫിലാണ് വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഡിയൻ. പ്ലീസ് ഡു റിയൽ ലൈഫ് അസ് ട്രാൻസ്പെറന്റ്. ബിഗ് ബോസിനെ പോലെ 24/7 ഹോട്ട്സ്റ്റാർ കാണിക്കുക. ചിരിച്ച് മണ്ണ് വെപ്പും. എല്ലാ കോമഡി ആർട്ടിസ്റ്റും എല്ലാവരും ഔട്ട്ഡേറ്റഡ് ആവും. നിങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ തരംഗമായിട്ട് മാറും. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതിൻ്റെ താഴെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ഇടും. അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് നേരെ ടിനിടോം ചേട്ടൻ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ DM-ലേക്ക് ചെല്ലുന്നു. പ്ലീസ് ഗീവ് യുവർ ഫോൺ നമ്പർ, പ്ലീസ്, ഐ ബെഗ് യു, പ്ലീസ് ഗീവ് യുവർ നമ്പർ. അവര് തൊരയുണ്ടല്ലോ. അപ്പോഴത്തേക്കിനും എന്തിനാ ബുദ്ധിമുട്ടുന്നത്, നിങ്ങളുടെ നമ്പർ താ, ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് പുള്ളി അങ്ങോട്ട് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ചേട്ടൻ പറഞ്ഞു: പേടിക്കേണ്ട ഡിയർ, ജസ്റ്റ് ഫോർ എ ഫ്രണ്ട്ഷിപ്പ്. വാവ്, എന്റെ നമ്പർ ഈസ് വിത്ത് എവരി വൺ. എൻ്റെ കയ്യിലല്ലോ നമ്പർ, ഇങ്ങനെ അവര്
ചേട്ടാ ചേട്ടൻ നമ്പർ ഉണ്ടോ കയ്യില്? അപ്പൊ തിരിഞ്ഞു നോക്കേട്ടോ. ഇല്ലെന്ന്. അവിടെ ഒരു കാള നിൽക്കുന്നുണ്ട്, അതിനോട് ചോദിക്കട്ടെ ടിൻടോം ചേട്ടൻ നമ്പർ ഉണ്ടെന്ന്. കാണത്തില്ലായിരിക്കുമല്ലോ, എന്തിനാ ചുമ്മാ. അതാണെങ്കിൽ മഴയത്ത് നിന്ന് 2 പുല്ല് കഴിക്കുക. ഞാൻ ഇനി അതിനെ വിളിക്കുന്നു, അത് എന്നെ നോക്കുന്നു, അതിന് ഇഷ്ടപ്പെട്ടില്ല അത് എന്നെ കുത്താൻ വരുന്നു. വല്ല കാര്യമുണ്ടോ? ടിൻടോം ചേട്ടൻ നമ്പർ കാണത്തില്ല. ഗ്യാസും കൊണ്ട് ചേട്ടൻ വന്ന്. ചേട്ടാ ആ ചേട്ടൻ്റെ ആ വീട്ടിലെ ചേച്ചിയുടെ നമ്പർ പോലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ടിൻടോം ചേട്ടൻ നമ്പർ ഈ വിത്ത് എവറി വേണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വേണേൽ ആരോടെങ്കിലും ചോദിക്കാം നിങ്ങൾ ആരും കയ്യിലുണ്ടോന്ന്. അത് പോട്ടെ, അത് നമുക്ക് നമ്പറിന്റെ കാര്യം നമുക്ക് പിന്നെ നമുക്ക് എടുക്കാം. അങ്ങനെ ഇരിക്കെ ഈ ചേട്ടനും തമ്മിൽ സംസാരിക്കുകയുണ്ട്. നമ്പർ കിട്ടാത്ത തുടർന്ന് ഫേസ്ബുക്ക് കോളിനകത്ത്. അപ്പൊ ആ കോള് നമുക്കൊന്ന് കണ്ടുവരാം. ആദില നൂറ മലബാർ ഗോൾഡ് വിഷയത്തിൽ ഇപ്പൊ പൈസ അയക്കാൻ മലബാർ വന്ന ഒരു മെഴുകിയ തരത്തിലുള്ള ഒരു മാപ്പ് പറച്ചിൽ അവിടെയില്ല ഇവിടെ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ തൊട്ടും തൊടാതെ ആൾക്കാരുടെ പൊങ്കാലയെല്ലാം കൂടെ സഹിക്കാൻ വയ്യാതെ പോയി ഒരു മാപ്പ് പറച്ചിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മിമിക്രി താരങ്ങളുടെ തലതൊട്ടപ്പനായ അപ്പോസ്തലൻ ടിനി ടോം എല്ലാ വള്ളിക്കെട്ടും ചാടിപ്പിടിക്കുന്ന ടീമാണ്. ഇവിടെ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, വിത്ത് യു ഓൾവേസ് ഇക്ക. വിത്ത് യു ഓൾവേസ് ഇക്ക. എന്നിട്ട് ഇക്കയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ റിയൽ ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഇതാണ് മനുഷ്യത്വം. അപ്പൊ ടിനി ടോമിന് ഞാനൊരു മറുപടി കൊടുത്തത്, നിങ്ങൾ ആദ്യം ഇതിനെക്കുറിച്ചുള്ള സ്വന്തം നിലപാട് പറ. മുന്തിയവന്മാരുടെ ചെരുപ്പ് നക്കാൻ നോക്കാതെ മിമിക്രിക്കാരുടെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റി വീഡിയോ ചെയ്ത പെണ്ണിനോട് നീ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെങ്കിൽ കുക്കറി ഷോ പോയി ചെയ്യാൻ പറഞ്ഞ സംസ്കാര സമ്പന്ന ടീമല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞായിട്ട് കമന്റ് ഇട്ടു. അണ്ണത് പിടിച്ചില്ല. അണ്ണൻ പറഞ്ഞു, ഡിയർ പ്ലീസ് കം സ്ട്രൈറ്റ് ആൻഡ് ടോക്ക് ടു മീ. അതായത് പുള്ളിയുടെ നേരിട്ട് സംസാരിക്കാൻ പറയും. ഇത് പുള്ളിയുടെ സ്ഥിരം നമ്പരാ. പുള്ളി ആര് വിമർശിച്ച് കമന്റ് ഇട്ടാലും അപ്പൊ തന്നെ അവർ ഇൻബോക്സിൽ ചെല്ലുക, നിന്റെ നമ്പർ താടാ, ഞാൻ വിളിക്കട്ടെ, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം എന്ന രീതിയിലായിരിക്കും പറയുന്നത്. അപ്പൊ എന്റെ ഇൻബോക്സിൽ വന്നിട്ട് നമ്പർ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്റെ ഇൻബോക്സിൽ വന്ന് പുള്ളി നമ്പർ ചോദിച്ചു. നമ്പർ ചോദിച്ചപ്പോ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. സോ ഫേസ്ബുക്കിൽ പുള്ളി കോൾ ചെയ്തു, എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. എന്തോ പറയേണ്ടത്? നിങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്നത്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആലപ്പുഴ. എന്തിനാ പറയാം? നിങ്ങൾക്ക് സംസാരിച്ച പോരെ. നമ്മൾ അങ്ങനെ സെലിബ്രിറ്റീസുകളെ കാണാൻ വേണ്ടി പറയാൻ നടക്കുന്ന ആൾക്കാരല്ല. പറഞ്ഞു നമ്മളല്ലല്ലോ, നമ്മളെത്ര വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. നിങ്ങളല്ലേ ഈ ഓരോ തവണ എല്ലാവർക്കും നമ്പർ കൊടുത്ത് വിളിപ്പിക്കുമ്പോ പറയുന്നത് നിന്നെ ആരറിയോടാ, 10 പേരറിയോ 50 പേരറിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങളല്ലേ? അല്ല, ഞങ്ങൾക്ക് പാമ്പുകൾ, നിങ്ങൾക്ക് വലിയ ആൾക്കാര്. ഞാൻ ആലപ്പുഴയിൽ പോകാറുണ്ട് അല്ലേ കാണാൻ. അല്ല, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഈ സെലിബ്രിറ്റീസുകളുടെ പുറകെ നടക്കാറില്ല. വിളിച്ച കാര്യം പറ. അണ്ണ അങ്ങോട്ട് വിളിച്ചങ്ങ് ഊക്ക് മേടിക്കുവാണല്ലോ മനുഷ്യ. നിങ്ങളൊരു സിനി സീരിയൽ അല്ലെങ്കിൽ മിമിക്രി ഒക്കെ ചെയ്തൊരു ആർട്ടിസ്റ്റ് അല്ലേ, ഒരു സെലിബ്രിറ്റി അല്ലേ? അങ്ങനെ ഫാൻ ഫോളോയിങ് ഉള്ള സെലിബ്രിറ്റി അല്ലെങ്കിലും നിങ്ങളെ 4 പേര് കണ്ടു കഴിഞ്ഞ് ഇത് ടിനി ടോം അല്ലേ എന്ന് ചോദിക്കുമല്ലോ. അത് തന്നെ വലിയൊരു കാര്യമല്ലേ? നിങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് വഴിയെ പോകുന്നതിന്റെ കയ്യിൽ നിന്നല്ലേ ഈ ഊക്ക് മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ദൈവമേ? അപ്പൊ പുള്ളി പറഞ്ഞ എവിടെ നിന്ന് നമുക്ക് കാണാം, നേരിട്ട് പരിചയപ്പെടാനാണ്. എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമില്ല മിസ്റ്റർ. അല്ലെന്നേ, എനിക്ക് നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര കമ്പനി ചെയ്യുന്നേ? ഇവിടെ ഒളിച്ചിരിക്കുവല്ലോ, പബ്ലിക്കായിട്ടല്ലേ വന്നത്. എന്തുവാ റിപ്ലൈ തന്നേക്കുന്നത്? ഒളിച്ചിരിക്കുവാണെങ്കിൽ എനിക്ക് ഫേക്ക് ഐഡിക്കകത്ത് കിട്ടാൻ പോരെ. നിങ്ങൾ ആരെയായി പേടിപ്പിക്കുന്നത്? ഞാൻ ഇതില് സൈബറിന്റെ വർക്ക് ചെയ്യുന്ന ആളല്ലേ, അപ്പൊ എനിക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും. നിങ്ങൾക്ക് പിന്നെ കിട്ടാം. കമന്റ് എടുത്തവരെ വിളിച്ച് പേടിപ്പിക്കുക. ചേട്ടന്റെ എന്തോ ഒരു എനിക്ക് മനസ്സിലാവത്തില്ല എന്തിനു വേണ്ടിയിട്ടാണെന്ന്. വിളിച്ചിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും. കമന്റ് ബോക്സ് കൊടുത്തിരിക്കുന്നവർക്ക് കമന്റ് ഇടാൻ വേണ്ടിയിട്ടാ. എന്താ ചെയ്യാനാ? ഇത് മാർക്ക് സക്കർബർഗിന് ഒരു മെസ്സേജ് അയക്കുക, എനിക്കിഷ്ടമല്ല മാറ്റിയേക്കുക എന്നുള്ളത്. ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേ. ഒന്നും ചെയ്യാനുള്ള സാധനം നേരിട്ട് കണ്ടെന്ന് കൈതരാൻ വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും കണ്ട് പഠിക്കുമല്ലേ? നിങ്ങൾ കോപ്പി അടിക്കാൻ എടുക്കാനല്ലേ? അതുകൊണ്ടല്ലേ ബാക്കിയുള്ളവരെല്ലാവരെയും അനുകരിക്കുന്നത്. നല്ല ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാണ്, പെരുപ്പൊക്കെ നക്കി നടക്കുന്നവരാണ്. ഞാൻ മര്യാദയ്ക്ക് നിങ്ങളുടെ ഞാൻ ചോദിച്ചു, ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? ഇപ്പോഴും നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്നാ അത് പറ. അതാ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറ. നിങ്ങൾക്കൊരു 3-4 പണി അവർക്ക് ഇവിടുന്ന് കിട്ടിയതിന്റെ പേര് വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അല്ല, അതുകൊണ്ടായിരിക്കാം വിളിച്ചിട്ട് കഴിഞ്ഞോണ ഒരു 7 ലൈക്കുള്ള ഒരു കമന്റ് ഇട്ട പയ്യനെ വിളിച്ച് നിങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടതാ മിസ്റ്റർ. കേട്ടാ, ഞാൻ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റ്. അപ്പൊ പണി തന്നാലും പണി കിട്ടൂല. ഓ, നിങ്ങൾക്ക് വിളിച്ചതിന്റെ കാര്യം പറ. ഫോൺ നമ്പർ മേടിക്കാനാണോ ഇത്ര നേരം വിളിച്ചോണ്ടിരിക്കുന്നത്? നാട്ടുകാർ തെറി പറയാനുള്ള സാധനം ഇട്ട് വന്ന ആൾക്കാർ തെറി പറയും. നിങ്ങൾ ആരാ? വിമർശനാതീതം വല്ലതാണോ? നിങ്ങളെ വിമർശിക്കാൻ പാടില്ലെന്ന് വല്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും?
കാര്യം പറയാം. നിങ്ങളെന്താ വല്ലതും നിങ്ങൾക്ക് വല്ലതും പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് പോകും. നിങ്ങളോട് ഞാൻ അല്ല നിങ്ങളെ ഓക്കെ അല്ല സാറിനോട് ഞാൻ മാന്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ആദില നൂറ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ വലിയ വലിയ ആൾക്കാരെ നിങ്ങളെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. വീണ്ടും ഞാൻ അത് തന്നെ എടുത്തെടുത്ത് ചോദിക്കുക. ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് പറഞ്ഞാൽ ആദ്യം പോസിറ്റിവിറ്റി കണ്ടുപിടിച്ച് ജീവിക്കും. അത് ശരിയാണ്. കുറ്റം പറയാം. അപ്പൊ താൻ നന്നാവും. അല്ല ഞാനിപ്പോ ഗുണങ്ങൾ വരും. അല്ല ഞങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഗുണങ്ങളാ. ഞങ്ങൾക്ക് നിങ്ങളെ താങ്ങിയിട്ടുള്ള ഗുണം വേണ്ട. തലമുറക്ക് വലിയ ശാപം കിട്ടും. ശാപം എന്ന് പറഞ്ഞ സാധനത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ ഇനി എന്ത് ചെയ്യും? അടുത്ത പറ അടുത്ത പറ. ഞാൻ അതുകൊണ്ടല്ലേ നിങ്ങളോട് ഞാൻ മര്യാദ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ധൈര്യം ഉണ്ടെങ്കിൽ ആ നിലപാടൊന്ന് പറ. ആദില നൂറ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടല്ല. അപ്പൊ നിങ്ങൾ പോയി ആ മറ്റേ ഇക്കൊപ്പം ചക്കൊപ്പം എന്ന് പറഞ്ഞത് ആരാ അവർ? മോൻ പറയടാ, നീ പറയടാ മോനെ, നീ പറോണ്ടിരിക്കുവല്ലോ. എനിക്ക് നേരിട്ടൊന്ന് കണ്ടാൽ മതി, ഒരു ഉമ്മ തരാം. അയ്യോ വേണ്ട, നിങ്ങളെ പോലുള്ളവരെന്ന് കാണാൻ ഞങ്ങൾ അങ്ങനെ ആണുങ്ങളെയൊക്കെ വിളിച്ചിട്ട് നേരിട്ട് കണ്ടാൽ മതി, ഒരു ഉമ്മ തരാനാണ്. ഈ എന്താ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമ്മളെ ആൾക്കാരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമല്ലോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. അപ്പൊ കേൾക്കുന്നതൊക്കെ തോന്നണം ഭീഷണി എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് ഭയങ്കര കോമഡി ആയിട്ട് പോകും. അതായിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കുന്നവരല്ല, അത്രയ്ക്ക് ഗതികേടില്ല, അത്രയ്ക്ക് ഗതികെട്ടിരിക്കുമല്ല, മനസ്സിലായില്ലേ? നമ്മളൊക്കെ ചെരുപ്പ് നോക്കിയുള്ള പാവങ്ങൾ പിച്ചക്കാരാണ്. ഇപ്പൊ നിങ്ങളുടെ കമ്മിറ്റി അല്ല, നിങ്ങളിപ്പോ പറഞ്ഞതിൽ തന്നെ മനസ്സിലായില്ല ആരാ ആദില നൂറ. ആ വിഷയത്തിൽ നിങ്ങളുടെ എന്താണ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറയാനുള്ള തന്റേടമില്ല. നിങ്ങൾക്ക് ഒരു നിലപാട് പറയാനുള്ള തന്റേടമില്ലെങ്കിൽ പിന്നെ ഗുണ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തോ കാര്യമാണ്. എനിക്ക് എന്റേതായ നിലപാട്, എനിക്ക് എല്ലാവരെ കുറിച്ച് നിലപാട് പറയാൻ. ചേട്ടനെ കുറിച്ച് പറയാം, സാറിനെ കുറിച്ച് പറയാം. സാറ് അടിപൊളിയോ. അയ്യോ എന്നെ കുറിച്ച് പറയണ്ട, നമ്മൾ ആ വിഷയത്തെ കുറിച്ച് പറയാം. നിങ്ങൾ വന്നിട്ട് എന്തും നടന്നാലും നിൽക്കൊപ്പം എന്ത് എനിക്കത് പറയേണ്ട ആവശ്യമില്ല. എന്റെ ഇഷ്ടമാണ്. എനിക്ക് നിലപാട്, ഞാൻ നിലപാട് പറയാൻ നടക്കുന്ന നിലപാടിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ല. അയ്യോ നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനും നിലപാടുണ്ടല്ലോ. ബാക്കി എല്ലാത്തിനും നിലപാടുള്ള ആളാണല്ലോ. You just speak about humanity and അയ്യോ ഹ്യൂമാനിറ്റി പറയുന്ന ആളുടെ മുഖം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാമായിരുന്നു. അയ്യോ കുടുംബത്തിൽ പറയുന്ന സ്ത്രീകൾ അല്ലല്ലോ അയ്യോ അല്ല മോനെ, ഈ ചാരിറ്റിയുടെ കാർഡിറക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല. നിങ്ങൾ ആരാ സത്യത്തിൽ? അത് ഞങ്ങൾക്ക് പ്രദർശിപ്പിച്ചു. ഇതൊക്കെ നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അറിയിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത പറ, ഇനി വരെ വല്ലോണ്ടാ? അടുത്ത വല്ല പുതിയ ചാപ്പ വല്ലോ? ഇല്ല മോനെ, മോൻ നന്മപരമല്ലേ മോൻ? ഇനിയിട്ടോ മോൻ എപ്പോഴും നന്മപരമല്ലേ, സംസ്കാരമായിട്ട് മാത്രം സംസാരിക്കുന്ന ആള്. അയ്യോ നീ ഞാൻ ചെയ്യുന്നത് എന്താന്ന് അറിയോ? അയ്യോ മോൻ ചെയ്തതിന്റെ ഒക്കെ റെക്കോർഡ് ഇപ്പോഴും കിടപ്പുണ്ടല്ലോ. പെണ്ണുങ്ങളോട് പറയാ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളാണെങ്കിൽ നീയൊക്കെ കുക്കറി ഷോ ചെയ്യണം എന്ന് പറഞ്ഞത് ശരിയാ. ഭയങ്കര സംസ്കാരമുള്ളവരാണ് അല്ലേ? പിന്നെ തൊട്ടു മുമ്പേ പിന്നെ ഒരു 7 കമന്റ് ലൈക്ക് ഉള്ള ഒരുത്തനെ വിളിച്ചിട്ട് നീ നശിച്ചു കാണുമ്പോ ഞാൻ നിന്നെ വന്ന് കണ്ടോളാടാ എന്ന് പറയുന്നതും തങ്ങളുടെ സംസ്കാര ശൂന്യതയായിരിക്കും അല്ലേ? ഞാൻ വന്ന് കാണും. ഞാൻ ഓരോ വർഷവും എന്റെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വന്ന് കാണും. മോൻ വളർന്ന് ഇവിടം വരെ വളരി വന്നിട്ട് ഈ 5 ഏതാ എല്ലാ നടന്മാരുടെയും ശബ്ദം സ്വന്തമായിട്ട് എടുത്ത് വളരുന്നതിന്റെ കാര്യമാണോ ഈ പറയുന്നത്? നീ എന്നെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യണ്ടല്ലോ, എന്റെ ആരാധകനാണല്ലോ. അയ്യോ അത്രയ്ക്ക് ഗതികേടില്ല മോനെ. അപ്പൊ നമുക്ക് കാണാൻ എന്തായാലും ആലപ്പുഴയിൽ വരൂലേ? വിളിച്ചാ വരൂലേ? എവിടെ? നമുക്ക് ചായ കുടിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അയ്യോ ഒരു ചായ കുടിക്കാനുള്ള കാശൊക്കെ എന്റെ ഉണ്ട് മോനെ. ഈ മറ്റേ ഓശാരം സ്വീകരിക്കുന്ന പതിവ് നമുക്കില്ല, അതറിയത്തില്ലേ? അത് നിങ്ങൾ വല്ല അതെ ഈ ആൾക്കാരെ ഈ കാശുള്ളവരെ സൂചിപ്പിച്ച് നിൽക്കുന്ന സിനിമാക്കാർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാ. നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ആ പരിപാടി എന്ത് ചെയ്യാനാ? ഇത്ര ദാരിദ്ര്യം പിടിച്ച ആകെ കാരണം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ചെയ്തിട്ട് ഞാൻ ഇല്ലാണ്ടായി പോയി. സത്യം. അയ്യോ അതുകൊണ്ട് പാവത്തിന് കാശില്ല. അയ്യോ സ്വന്തം ഇതാണ് നിങ്ങളുടെ കോമഡിക്ക് നിങ്ങൾ തന്നെ ചിരിക്കത്തുള്ളൂ, വേറെ ആരും ചിരിക്കുന്നില്ല.
അതുകൊണ്ടാണ് വളർന്നു പോയത്. എവിടെ വരെ വളർന്നു പോയത്? നിങ്ങൾ ഈ വളർച്ച വിഷയിക്കുന്ന എന്താ? ഫോളോവേഴ്സിന്റെ എണ്ണമാണോ? അല്ല അല്ലെന്ന് മോനെ അയ്യോ സിനിമ എന്താ ഇത്ര വലിയ പൊണ്ണക്കാര്യമാണോ? സിനിമ ഒരു എന്റർടൈൻമെന്റ് സാധനം മാത്രമാണ്, അതൊരു വലിയ സംഭവമൊന്നും അല്ല. നിങ്ങളുടെ വിചാരം എന്താ? നിങ്ങളൊരു സിനിമാ നടനാണ്, അതുകൊണ്ട് നിങ്ങൾ വലിയ ആളാണെന്നാണോ നിങ്ങളുടെ വിചാരം? എടാ നീ വലിയ ആളാണ് അറിയൂ, അതുകൊണ്ട് ആരാധന മുത്ത് വിളിച്ചാണ്. എന്തായാലും ഓട്ടോഗ്രാഫ് എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ എന്നാ ചേട്ടൻ തരാം കേട്ടോ മോനെ. ഞാൻ കാണും, എനിക്ക് കാണണം. കൃപാസനത്തിൽ വെച്ച് കാണാൻ പോലെ, കൃപാസനത്തിൽ വല്ല പത്രം മേടിച്ച് ചവച്ച് തിന്നാൻ വരുമ്പോ അങ്ങനെ കണ്ടാ പോലെ. അല്ലാണ്ട് ഞാൻ വന്ന് കണ്ടോളാം. അല്ലെങ്കിൽ അവിടെ പോയി ഉടമ്പടി എടുക്കണ്ട്. എന്നെ എത്രയും പെട്ടെന്ന് കണ്ടു വിട്ടെന്ന് പറഞ്ഞ് മോൻ പോയി ഉടമ്പടി എടുക്കും, അപ്പൊ പ്രശ്നം തീരുമല്ലോ. എടുക്കും. അതായിരിക്കും നല്ലത്. മോന് പറഞ്ഞിട്ടുള്ള പരിപാടി അതാ. ഇത്രയും അറ്റാക്ക് ഉണ്ടായിട്ട് ഞാൻ എന്താണ് തകർന്ന് തരിപ്പണമായി പോയാ? എന്ത്? ഞാൻ തകർന്ന് തരിപ്പണമായി പോയാ? അയ്യോ തൊലിക്കട്ടിയുള്ള ഒരു തകരുവോ? കൊള്ളാം. താങ്കൾ പറഞ്ഞ പിടിച്ച മുയലിന് 5 കൊമ്പാണെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നടക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് മനുഷ്യ തകരുന്നത്? 10 പൈസ ഉണ്ടാക്കാൻ നോക്കടാ. പിന്നെ എന്റെ വീട്ടിൽ നീയാണോടാ ചെലവിന് കൊടുക്കുന്നത്? പിന്നെ എന്റെ വീട്ടിൽ നീയാണോടാ ചെലവിന് കൊടുക്കുന്നത്? എടാ പിന്നെ നീ എന്റെ വീട്ടിൽ പിന്നെ നീയാണോ ചെലവിന് കൊടുക്കുന്നേ? അയ്യോ അയ്യോ മതി. ബേസിക്കലി നിങ്ങൾ വിളിക്കുന്ന എടുക്കുന്നത്, നിങ്ങളിപ്പോ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അടിച്ചളയാനൊക്കെ തോന്നുമായിരിക്കും അല്ലേ? അപ്പൊ അത് ഭയങ്കര ബോറ് പരിപാടിയാ. നമുക്ക് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കുക, കാണുക, വിടുക. അതൊക്കെ പോയിട്ട് ആളുടെ പേജ് എടുത്ത് കളയുക. ഇപ്പൊ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതുവരെ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ, വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടല്ലോ, അവരുടെയൊക്കെ പേജൊക്കെ എടുത്ത് റിമൂവ് ചെയ്യുക. ആൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, നാഷണൽ ഒക്കെ ആയിട്ട് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ബോറ് പരിപാടിയല്ലേ? വിളിച്ചോ, കുഴപ്പമില്ല. അപ്പൊ അവരും വിളിക്കട്ടെ, അത്രേ ഉള്ളു. വോയിസിനകത്ത് കുറച്ചുകൂടെ മതി, സാധനം അത്രയും മതി. ഇതിവിടെ വെച്ച് നമുക്കങ്ങ് അവസാനിപ്പിക്കാം, അതായിരിക്കും നല്ലത്. ബേസിക്കലി ഇങ്ങനെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക്, അപ്പം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നെഗറ്റിവിറ്റി, നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്നൊരു കൊമേഡിയൻ അല്ല. നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു സെൽഫ് ഈഗോ ഉണ്ടല്ലേ മറ്റുള്ളവരോട്, അത് ആ സംസാരത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഞാൻ വളർന്നിരിക്കുന്നു, ഞാൻ വലുതാണ്, എനിക്ക് വലിപ്പം കൂടുതലാണ് ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടല്ലേ. ആ ചിന്ത ആയിരിക്കാം മേ ബി അൻസിബ എന്ന് പറഞ്ഞ വലിപ്പം കുറഞ്ഞൊരു പെൺകുട്ടിയുടെ അടുത്ത് തോന്നാനിടയുണ്ടായ ഒരു സാഹചര്യം. അത് തന്നെയാണ് നിങ്ങളുടെ പേരിൽ ഇപ്പം 3-4 കോൾ റെക്കോർഡിങ്സ് ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതെല്ലാം തെളിയിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നൈസായിട്ടുണ്ട്, കൊള്ളാം. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതൊക്കെ പറഞ്ഞ് അടുത്ത വരൂ എന്നുള്ളത് തന്നെ തമ്പുരാൻ അറിയാം.